കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയും എങ്ങനെയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിലാണെങ്കിലും പല സ്റ്റേറ്റുകളിലും, അതായത് ഈ സ്റ്റേറ്റിൻ്റെ അവിടുത്തെ PCC ഉണ്ട്, DCC ഉണ്ട്, പല ഒബ്സർവേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് പറയാം, ഒരു കുടുംബമാണ് അതിൻ്റെ തീരുമാനമെടുക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ബാക്കിയുള്ളവരെ അവിടെയൊക്കെ പേരിന് വെച്ചേക്കുകയാണ്. ഈ കുടുംബവുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളയാൾ നേതാവ്, അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, ഇപ്പം മല്ലികാർജുന ഖർഗെ എന്ന് പറയുന്നത് AICC പ്രസിഡൻ്റാണ്. പേരിനവിടെ വെച്ചേക്കുന്നതേ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന KC വേണുഗോപാലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാൾ. അതായത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിൽ എവിടെ നോക്കുവാണെങ്കിലും അയാൾ തന്നെയാണ്. ഈ KC വേണുഗോപാൽ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് മറ്റൊരു നേതാക്കളുമായിട്ട് വിശ്വാസം. ഒന്നാമത് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത്, കോൺഗ്രസ് പാർട്ടിയുടെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും നാളും ഭരണത്തിലൊന്നുമില്ല. ചില ചെറിയ സ്റ്റേറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണമുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് ഉറപ്പായിട്ടും ഫണ്ടിങ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് മുഴുവനും ചുക്കാൻ പിടിക്കുന്ന KC വേണുഗോപാലാണ്. ഈ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ പോസ്റ്റ് എന്ന് പറയുന്ന ചെറിയ പോസ്റ്റല്ല. അതായത് മല്ലികാർജുന ഖർഗെയെക്കാളും പവർഫുൾ പോസ്റ്റാണ് KC വേണുഗോപാലിൻ്റെ. അത് നിങ്ങൾ ആലോചിക്കണം, എത്ര വർഷം കൊണ്ടാണ് ഈ പോസ്റ്റ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ഇതേപോലെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പലരും ഉണ്ടായിരുന്നു. അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു, അതേപോലെ പല ലീഡേഴ്സും ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു കിച്ചൺ ക്യാബിനറ്റിനകത്ത്, അതായത് ഈ സോണിയാഗാന്ധിയുടെ ആ പറയുന്ന ആ ഫാമിലിയുടെ കിച്ചൺ ക്യാബിനറ്റിനകത്ത് കാര്യങ്ങൾ അവസാനം തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. അപ്പോൾ KC വേണുഗോപാൽ എന്താണ് തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കും 100%. കാരണം കാൻഡിഡേറ്റിൻ്റെ ഫിക്സേഷൻ ആണെങ്കിലും മറ്റെന്ത് പരിപാടികളും. അപ്പോൾ KC വേണുഗോപാലിനെ പോലൊരാൾ കേരളത്തിൽ നിന്നും, അതായത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, MP-യും പഴയ മന്ത്രിയും എല്ലാം ഉൾപ്പെടുന്ന ഒരാൾ, സീനിയർ പൊളിറ്റീഷ്യനാണ്, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒക്കെ മുഖ്യമന്ത്രി? ഒരു കാരണവശാലും ആവത്തില്ല.